ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 5th സെമസ്റ്റർ ബേസിക് അനാലിസിസിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് കാര്യങ്ങളൊക്കെയാണ് ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്റർ 5 ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് പറയുന്നത് സുപ്രീമ ആൻഡ് ഇൻഫിമയുടെ ഡെഫിനിഷൻസാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയാം, നോർമലായിട്ട് നമുക്ക് ഒരു മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അറിയാവുന്ന കാര്യമാണ്. ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ഒന്ന് നോക്കി വെച്ചോളൂ. എ നമ്പർ യു ബിലോങ്സ് ടു ആർ ഈസ് സെഡ് ടു ബി ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ് ഇഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. അതായത് ഒരു നമ്പർ ആ ഒരു സെറ്റിലെ ആർ എന്ന് പറയുന്ന സെറ്റിലെ ഒരു നമ്പർ ആ ഒരു അതിനേക്കാൾ ചെറുതാണ് എല്ലാ വാല്യൂസും ഓൾ എസ് ബിലോങ്സ് ടു എസ്. ആ ഒരു സെറ്റിലുള്ള എല്ലാ വാല്യൂസും ആ ഒരു വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ ആ വാല്യൂ ആണ് അതിലെ അപ്പർ ബൗണ്ട്. എന്നാൽ എ നമ്പർ ഡബ്ല്യു ബിലോങ്സ് ടു ആർ ഈസ് സെഡ് ടു ബി എ ലോവർ ബൗണ്ട് ഇഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് അല്ലെങ്കിൽ ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. അതായത് ആ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ എലമെൻസിനേക്കാളും ചെറുതാണ് ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ആ ഒരു നമ്പർ എങ്കിൽ അതിനെ നമുക്ക് ലോവർ ബൗണ്ട് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂവിനെ അപ്പർ ബൗണ്ട് എന്നും അല്ലെങ്കിൽ ആ ഒരു സെറ്റിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വാല്യൂവിനെ ലോവർ ബൗണ്ട് എന്നും പറയാം. അതുപോലെ അടുത്തതായിട്ട് ഒരു എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. അപ്പോൾ ആ ഒരു എലമെൻസും ഇല്ലാത്ത സെറ്റാണ് എം ടി സെറ്റ്. അപ്പോൾ ആ ഒരു സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഉണ്ട് എന്നാണെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. എവരി റിയൽ നമ്പർ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എം ടി സെറ്റ്. എവരി റിയൽ നമ്പർ ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് ആൻ എം ടി സെറ്റ്. അപ്പോൾ ഇപ്പോൾ 5 എന്ന് പറയുന്ന എം ടി സെറ്റിൽ എലമെൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എം ടി സെറ്റിൻ്റെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും എവരി റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, ഈ ഒരു അപ്പർ വാല്യൂ ലോവർ വാല്യൂ അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടിൽ നിന്നും സുപ്രീമം അതുപോലെ ഇൻഫിമം എന്നതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് അടുത്തായിട്ട് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് സുപ്രീമം നോക്കാം. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഇഫ് എസ് ഈസ് ബൗണ്ടഡ് എബവ്, അതായത് എസ് എന്ന് ദെൻ ആൻ അപ്പർ ബൗണ്ട് യു ഈസ് സെഡ് ടു ബി എ സുപ്രീമം ഓഫ് എസ് ഇഫ് നോ നമ്പർ സ്മോൾ ദാൻ യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. അതായത് യു ഈസ് എ സുപ്രീമം ഓഫ് എസ് ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. ഇപ്പോൾ നമുക്കതിനെ സുപ്രീമം എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് സുപ്രീമം, നമ്മൾ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് പറഞ്ഞു, അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടുമാണ് സുപ്രീമവും ഇൻഫിമവും. അപ്പോൾ അതിൽ സുപ്രീമം ആവാൻ വേണ്ടിയിട്ട് ആ ഒരു എസ് അല്ലെങ്കിൽ ഒരു സെറ്റ് നമ്മൾ സബ്സെറ്റ് റിയൽ നമ്പറുകളിൽ നിന്നും ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ ഒരു എസ്. അപ്പോൾ ആ ഒരു എസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. അപ്പോൾ യു എന്ന് പറയുന്നത് സുപ്രീമം ആവണമെങ്കിൽ യു എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആയിരിക്കണം. ആ ഒരു സബ്സെറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെറ്റിൻ്റെ അപ്പർ ബൗണ്ടാണ് യു. അതുപോലെ തന്നെ ആൻഡ് അതിൻ്റെ കൂടെ ഇഫ് വി ഈസ് എനി അപ്പർ ബൗണ്ട് ഓഫ് എസ് ദെൻ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. അല്ലെങ്കിൽ വി എന്ന് പറയുന്ന മറ്റൊരു അപ്പർ ബൗണ്ട് എസ്സിനുണ്ടെങ്കിൽ യു എന്ന് പറയുന്നത് ആ ഒരു അപ്പർ ബൗണ്ടിനേക്കാൾ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അതായത് ഒരുപാട് ബൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനെയാണ് ഈ യു കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് സുപ്രീമം, അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അപ്പർ ബൗണ്ടുകളുണ്ട്, അല്ലെങ്കിൽ 5, 6, 7 ഒക്കെ ബൗണ്ടുകളാണെങ്കിൽ അപ്പോൾ അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 5 ആയിട്ട് നമുക്ക് ആ ഒരു സുപ്രീമത്തെ കണക്കാക്കാം. അതുപോലെ തന്നെ അടുത്തത് ഇൻഫിമം. ഇപ്പോൾ സുപ്രീമം പറഞ്ഞപ്പോൾ തന്നെ ഇൻഫിമം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് എസ് ബൗണ്ടഡ് ബിലോ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പർ ബൗണ്ട് എന്താണ്, ഇൻഫിനിറ്റി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബിലോ ബൗണ്ടഡ് ആണ്. അതിൽ ഡബ്ല്യു ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതൊരു ഇൻഫിമം ആണെങ്കിൽ എന്തായിരിക്കണം, ആ ഒരു നമ്പർ ഡബ്ല്യു ഈസ് ലോവർ ദാൻ ദ ലോവർ ബൗണ്ട് ഓഫ് എസ്, ലാർജർ ദാൻ ദ ലോവർ ബൗണ്ട്. അപ്പോൾ അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഇപ്പോൾ ഒരുപാട് ലോവർ ബൗണ്ടുകൾ ഉണ്ടാകാം, അതിൽ നിന്നും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ ലോവർ ബൗണ്ടാണ് ഇൻഫിമം. അതായത് ഡബ്ല്യു ഈസ് ആൻ ഇൻഫിമം ഓഫ് എസ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ കണ്ടീഷൻസ്
ഒന്ന്, ഡബ്ല്യു ഈസ് എ ലോവർ ബോണ്ട് ഓഫ് എസ്. ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു ലോവർ ബോണ്ട്. ആൻഡ് ഇഫ് ടി ഈസ് എനി ലോവർ ബോണ്ട് ഓഫ് എസ് ദെൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. അല്ലെങ്കിൽ ഒരുപാട് ലോവർ ബോണ്ട്സുകളുണ്ട് ഈ ഒരു സെറ്റിന് എങ്കിൽ അതിൽ ഉൾപ്പെട്ടതാണ് ടി. അല്ലെങ്കിൽ ടി പോലെയുള്ള ഒരുപാട് ലോവർ ബോണ്ടുകളുണ്ടെങ്കിൽ അതിനെ എല്ലാറ്റിനേക്കാട്ടിലും വലുതായിരിക്കണം ഈ ഒരു ഇൻഫിമം എന്ന് പറയുന്നത്. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ആയിരിക്കണം, അല്ലെങ്കിൽ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗറിൽ കാണിക്കുന്നുണ്ട് ലോവർ ബോണ്ട്, അപ്പർ ബോണ്ട്സ് ഓഫ് സുപ്രീമം, ഇൻഫിമം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാകാം. അതായത് ഇപ്പോൾ സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ 4 തന്നിട്ടുണ്ട്, അപ്പർ ബോണ്ടുകളും അതുപോലെ ലോവർ ബോണ്ടുകളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ലോവർ ബോണ്ടുകളിലെ മാക്സിമം ആണ് നമ്മുടെ ഇൻഫിമം. അതുപോലെ അപ്പർ ബോണ്ടുകളിലെ ലെസ്സായിട്ടുള്ള വാല്യൂ ആണ് സുപ്രീമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് പറയുന്നത് യുണീക്നെസ് ഓഫ് സുപ്രീമം. അപ്പോൾ ആ ഒരു സുപ്രീമം പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോവസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ അപ്പർ ബൗണ്ടിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ യൂണീക്നെസ് എന്ന് പറയുന്നൊരു തിയറമുണ്ട്. അതെന്താണ് പറയുന്നത്? ദെയർ ക്യാൻ ബി ഓൺലി വൺ സുപ്രീമം ഓഫ് എ ഗിവൺ സബ്സെറ്റ് എസ് ഓഫ് ആർ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഒരു സബ്സെറ്റിന്, റിയൽ നമ്പറുകളുടെ സബ്സെറ്റ് ആയിട്ടുള്ള ഒരു എസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റിന് ഒറ്റ ഒരു സുപ്രീമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഒറ്റൊരു വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് അടുത്തതായിട്ട് പറയുന്നത്. സപ്പോസ് ദാറ്റ് u1 ആൻഡ് u2 ആർ സുപ്രീമ ഓഫ് എസ്. ഇപ്പോൾ നമ്മൾ ഒരു വാല്യൂ ഉള്ളൂ എന്നാണ് പറയുന്നത്, യുണീക്നെസ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രൂഫിന് വേണ്ടിയിട്ട് 2 വാല്യൂസ് എടുക്കാൻ പോവുകയാണ്. ഈ ഒരു സുപ്രീമം വാല്യൂ 2 എണ്ണം ആയിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് u1 u2 എന്ന് പറയുന്ന 2 വാല്യൂസ് എടുക്കുകയാണ്. ദെൻ ദേ ആർ ബോത്ത് ആർ അപ്പർ ബൗണ്ട്സ് ഓഫ് എസ്. അപ്പോൾ അവ രണ്ടും അപ്പർ ബൗണ്ടുകളാണ്. ഇഫ് u1 ലെസ് ദാൻ u2, u1 u2വിനേക്കാൾ ചെറുതാണെങ്കിൽ ദെൻ ബൈ ഹൈപ്പോത്തസിസ് നമുക്കറിയാം u2 ഈസ് ദ സുപ്രീമം. അതായത് ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ അപ്പർ ബൗണ്ട് ആയിരിക്കും, ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ അപ്പർ ബൗണ്ട് ആയിരിക്കും സുപ്രീമം. അതുപോലെ u1 കാനോട്ട് ബി ദ അപ്പർ ബൗണ്ട് ഓഫ് എസ്. അതായത് u1നേക്കാൾ u1 ലെസ് ദാൻ u2 ആണെങ്കിൽ u1 ഒരിക്കലും എന്താവില്ല, അപ്പർ ബൗണ്ട് ആവില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ u1 ഗ്രേറ്റർ ദാൻ u2 നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും വരിക, u1 ആയിരിക്കും സുപ്രീമം. അപ്പോൾ u2 എന്താവില്ല, സുപ്രീമം ആവില്ല. അപ്പോൾ ഒരേ സമയത്ത് ഒന്നല്ലെങ്കിൽ ഒന്നിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിനേക്കാൾ ലെസ് ആയിരിക്കും. ഇപ്പോൾ ഏത് കേസ് വരികയാണെങ്കിലും ഏതെങ്കിലും ഒന്നാണ് അവിടെ സുപ്രീമം ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദെയർ മസ്റ്റ് ഹാവ് u1 ഈക്വൽ ടു u2. അല്ലെങ്കിൽ അതായത് അവിടെ തീർച്ചയായിട്ടും u1 u2വിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സംഖ്യ സെയിം ആയിരിക്കും, ഒറ്റ നമ്പറേ അവിടെ ഉണ്ടാവുള്ളൂ. ആ ഒരു മാക്സിമം വാല്യൂ ഓഫ് ദ സെറ്റ് എന്തായിരിക്കും, ദെയർ ക്യാൻ ബി വൺ ആൻഡ് ഓൺലി സുപ്രീമം ഓഫ് എ ഗിവൺ സബ്സെറ്റ് ഓഫ് ആർ. അതായത് യുണീക്നെസ് ഓഫ് സുപ്രീമം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പ്രൂഫ്. നമ്മൾ 2 വാല്യൂസ് എടുക്കുന്നു, ഇപ്പോൾ ഒരു വാല്യൂവിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ള ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു തിയറത്തിൽ പറഞ്ഞതുപോലെ തന്നെ അടുത്തതായിട്ടൊരു തിയറം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ മുമ്പുള്ള പാർട്ട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കാണുക. എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം എക്സാം എഴുതാൻ പോവുക. കൂടാതെ നിങ്ങൾ ഈ നോട്ട്സ്, ഞാൻ ഇടുന്ന വീഡിയോസ് അല്ലാതെ നിങ്ങൾ മറ്റ് പോർഷൻസൊക്കെ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പറയുന്നത്. അപ്പോൾ അതല്ലാതെ ഒക്കെ നിങ്ങൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളവർ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ട് തന്നെ പോവുക. ഓക്കെ, തിയറത്തിൽ പറയുന്നത് ദെയർ ക്യാൻ ബി ഓൺലി വൺ ഇൻഫിമം ഓഫ് എ ഗിവൺ സബ്സെറ്റ്. സുപ്രീമത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ യുണീക്നെസ് ഓഫ് ഇൻഫിമം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിലും അങ്ങനെ ഒരു തിയറം പറയുന്നുണ്ട്. അതായത് ഒരു സബ്സെറ്റിന് ഒരു ഇൻഫിമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ഇൻഫിമം ഉണ്ട് എന്നുള്ളത് അങ്ങനെ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, 2 ഇൻഫിമം എടുത്തു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒന്നിനേക്കാൾ വലുതാണെന്നോ ചെറുതാണെന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ഒരു വാല്യൂ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അതുപോലെ നൊട്ടേഷനാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമവും ഇൻഫിമവും എങ്ങനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് സുപ്രീമം എന്ന് എഴുതേണ്ട ആവശ്യമില്ല, സുപ് എസ്, അല്ലെങ്കിൽ ഇൻഫിമത്തിൻ്റെ കേസാണെങ്കിൽ ഇൻഫ് എസ്, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ
supremum of S and infimum of S are real numbers while S is subset of real number. അതായത് നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് റിയൽ നമ്പറുകളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ആ ഒരു സെറ്റിലെ ഇൻഫിമവും സുപ്രീമവും തീർച്ചയായും എന്തായിരിക്കും? റിയൽ നമ്പർ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ലെമ്മയാണ് പറയുന്നത്. ലെമ്മ 1, എ നമ്പർ യു ഈസ് ദ സുപ്രീമം ഓഫ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് ആർ if and only if u satisfies the two conditions. First, s less than or equal to u for all s belongs to s. If v less than u, then there exists x dash belongs to s such that v less than s dash. ഇങ്ങനെ ഒരു ലെമ്മ പറയുന്നുണ്ട്. അതായത് ഒരു നമ്പർ യു എന്ന് പറയുന്ന നമ്പർ ഒരു സെറ്റിൻ്റെ സുപ്രീമമാണ് എങ്കിൽ ആ ഒരു 2 കണ്ടീഷൻസ് യു സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തേത് ആ ഒരു സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിനെക്കാട്ടിലും വലിയ വാല്യൂ ആയിരിക്കണം യു, മാക്സിമം വാല്യൂ ആയിരിക്കണം. അതുപോലെ തന്നെ വി എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു സെറ്റിൽ വി എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ യു ആണെങ്കിൽ, യുവിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എസ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് വി ലെസ് ദാൻ എസ് ഡാഷ്, ആ ഒരു എസ് ഡാഷിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു വാല്യൂ ആണ് വി എന്നാണ് അവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അതിന് പ്രൂഫ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേസ് ദാറ്റ് യു ഈസ് ആൻ അപ്പർ ബൗണ്ട്. കണ്ടീഷൻ 2 സേസ് നോ നമ്പർ ലെസ് ദാൻ യു ഈസ് ആൻ അപ്പർ ബൗണ്ട്. അതായത് ഇപ്പോൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു 2 ഇക്വേഷൻസിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടാണ്. അതുപോലെ തന്നെ കണ്ടീഷൻ 2 പറയുന്നത് ആ ഒരു യുവിനേക്കാൾ ചെറുതായിട്ട്, യു ഒരു അപ്പർ ബൗണ്ടാണ്, അതിനേക്കാൾ ചെറുതായിട്ടൊരു നമ്പറുകളും ഇല്ല എന്നുള്ളതാണ്. ഹെൻസ് ദ റിസൾട്ട് ഫോളോസ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ദ ഡെഫിനിഷൻസ് ഓഫ് സുപ്രീമം. അതായത് നമുക്കിത് പ്രത്യേകം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ സുപ്രീമത്തിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ് ഈ ഒരു ലെമ്മയിൽ പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്കത് മാറിപ്പോകരുത്. നെക്സ്റ്റ് ലെമ്മയിൽ പറയുന്നത് ഇൻ ആൻ അപ്പർ ബൗണ്ട് ഓഫ് ബൗണ്ട് യു ഓഫ് എ നോൺ എംപ്റ്റി സെറ്റ് എസ് ഇൻ ആർ ഈസ് ദ സുപ്രീമം ഓഫ് എസ്. ഒരു യു എന്ന് പറയുന്ന അപ്പർ ബൗണ്ട് എന്താണ്? സുപ്രീമം ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എസ് എപ്സിലോൺ ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് എപ്സിലോൺ. അടുത്തൊരു ലെമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് വരുന്നുണ്ട്, ഒന്നുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരു എപ്സിലോൺ എന്ന് പറയുന്നൊരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വാല്യൂ എപ്സിലോൺ എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൽ യു എന്ന് പറയുന്ന ആ ഒരു സുപ്രീമത്തിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ലെസ് ദാൻ എസ് എപ്സിലോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. സപ്പോസ് ദാറ്റ് യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ സ്റ്റേറ്റഡ് കണ്ടീഷൻസ് ഫോർ ദാറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് എക്സിസ്റ്റ് എസ് എപ്സിലോൺ ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് എപ്സിലോൺ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ വിചാരിക്കണം. അപ്പോൾ ഇഫ് വി ലെസ് ദാൻ യു ആൻഡ് വി ടേക്ക് എപ്സിലോൺ ഈക്വൽ ടു യു മൈനസ് വി. വി എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എടുക്കുകയാണ്, അത് യുവിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ എപ്സിലോണിനെ എങ്ങനെയാണ് എടുക്കുന്നത്? യു മൈനസ് വി ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഈ ഒരു സുപ്രീമത്തിൽ നിന്നും വി എന്ന് പറയുന്നൊരു വാല്യൂ കുറച്ചതിനെയാണ് എപ്സിലോൺ എന്ന് എടുക്കുന്നത്. അപ്പോൾ എപ്സിലോൺ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് നമുക്കറിയാം യു എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. അതിൽ നിന്നും ഏതെങ്കിലും മറ്റ് വാല്യൂസ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദ സ്റ്റേറ്റഡ് കണ്ടീഷൻ ഇംപ്ലൈസ് ദർ എക്സിസ്റ്റൻറ്റ് നമ്പർ എസ് എപ്സിലോൺ ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് വി ഈക്വൽ ടു യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് എപ്സിലോൺ. അതായത് അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ വി എന്താണ്? യു മൈനസ് എപ്സിലോൺ ആണ്. ദെർഫോർ വി ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. വി ഒരിക്കലും ആ ഒരു എസിൻ്റെ അപ്പർ ബൗണ്ട് ആവില്ല. അല്ലാതെ അതായത് വി എന്ന് പറയുന്നത് യു മൈനസ് എപ്സിലോൺ, യുയിൽ നിന്നും ഒരു നിശ്ചിത വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ അതെന്താവില്ല? അപ്പർ ബൗണ്ട് ആവില്ല. കാരണം മാക്സിമം വാല്യൂ അല്ലെങ്കിൽ സുപ്രീമം യു ആണ്. അതിൽ നിന്നും എപ്സിലോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ അതെന്തല്ല? അപ്പർ ബൗണ്ട് ആവില്ല, അതിലും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും. സിൻസ് വി ഈസ് ആൻ ആർബിട്രറി നമ്പർ സ്മാളർ ദാൻ യു, we have no number less than u is an upper bound of S, so we conclude that u is the supremum. അപ്പോൾ
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അതായത് യു എന്ന് പറയുന്നതാണ് സുപ്രീമം എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? പ്രൂഫിന് വേണ്ടിയിട്ട് വി എന്ന് പറയുന്നൊരു വാല്യൂ എടുത്തു. വി എന്ന് പറയുന്നത് എപ്സിലോൺ എന്ന് പറയുന്നത് യു മൈനസ് വി എന്ന് പറയുന്ന വാല്യൂ ആണെന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം ആ ഒരു ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ നമുക്കറിയാം വി എന്ന് പറയുന്നത് യുവിൽ നിന്നും നിശ്ചിത വാല്യൂ കുറച്ചതാണ്. അതുകൊണ്ട് തന്നെ വി ഒരിക്കലും എപ്സിലോൺ ആവില്ല, അല്ലെങ്കിൽ യു ആണ് സുപ്രീമം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ കൂടി ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാം. അതായത് കൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് യു ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. യു എന്ന് പറയുന്നത് സുപ്രീമമാണ്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എപ്സിലോൺ എന്ന് പറയുന്നൊരു വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു. സിൻസ് യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ യു. അതായത് യുവിൽ നിന്നും എപ്സിലോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും യുവിനേക്കാൾ ചെറുതായിരിക്കും. ദെൻ യു മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. ദെയർഫോർ സം എലമെൻറ്റ് എസ് എപ്സിലോൺ ഓഫ് എസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ യു മൈനസ് എപ്സിലോൺ. ദാറ്റ് ഈസ് യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് എപ്സിലോൺ. ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ്, റിയൽ നമ്പറുകളിൽ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ യു മൈനസ് എപ്സിലോൺ അതുപോലെ എസ് എപ്സിലോൺ എന്നുള്ള വാല്യൂവും അതുപോലെ യു എന്നുള്ള വാല്യൂവും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ യു മൈനസ് എപ്സിലോൺ എന്താണ്? ലെസ് ദാൻ എസ് എപ്സിലോൺ ആയിരിക്കും. അതുപോലെ യു എന്ന് പറയുന്നത് ഈസ് ദ സുപ്രീമം ഓഫ് എസ്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് നേരത്തെ നമ്മൾ സുപ്രീമം, ഇൻഫിമം, അതുപോലെ ലോവർ ബൗണ്ട്, അപ്പർ ബൗണ്ട് കേസുകളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മെയിനായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സുപ്രീമം പ്രോപ്പർട്ടി എന്നും ഇതിനെ പറയാറുണ്ട്. എവരി നോൺ എംപ്റ്റി. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതിന് ഇൻഫിമം പ്രോപ്പർട്ടിയും ഉണ്ട്. റിയൽ നമ്പറുകൾക്ക് ഇൻഫിമം പ്രോപ്പർട്ടിയും ഉണ്ട്, സുപ്രീമം പ്രോപ്പർട്ടിയും ഉണ്ട്. ഇതിലെ സുപ്രീമം പ്രോപ്പർട്ടിനെയാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവരുത്. സുപ്രീമം പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ. എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് ആൻ അപ്പർ ബൗണ്ട് ഹാസ് എ സുപ്രീമം ഇൻ ആർ. അതായത് വളരെ ഈസിയാണ്. അപ്പോൾ ഒരു നോൺ എംപ്റ്റി സെറ്റ്, എംപ്റ്റി അല്ലാത്ത ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇപ്പോൾ റിയൽ നമ്പറുകളിലെ ഒരു നോൺ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ എലമെൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റിയൽ നമ്പറിലെ സെറ്റ് അതിനൊരു ഹാസ് ആൻ അപ്പർ ബൗണ്ട്, അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഹാസ് എ സുപ്രീമം ഇൻ ആർ. ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ടാകും? സുപ്രീമവും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അതുപോലെ ഇൻഫിമം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ. ഇൻഫിമത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് ആൻ ലോവർ ബൗണ്ട് ഹാസ് ആൻ ഇൻഫിമം ഇൻ ആർ. ഒരു ലോവർ ബൗണ്ട് ഉള്ള ഒരു സബ്സെറ്റ് ആണെങ്കിൽ റിയൽ നമ്പറിലെ ഒരു സെറ്റാണ് എസ് എങ്കിൽ അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിനൊരു ഇൻഫിമവും ഉണ്ടാകും. നേരെ മറിച്ച് അപ്പർ ബൗണ്ട് ഇല്ലെങ്കിൽ അവിടെ സുപ്രീമം ഉണ്ടാകില്ല, ലോവർ ബൗണ്ട് ഇല്ലെങ്കിൽ അവിടെ ഇൻഫിമവും ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയും പോർഷൻസാണ് കവർ ചെയ്യുന്നത്. ബാക്കി പോർഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.